അതെ, ഒരു വർഷം കേരളത്തിൽ ഏകദേശം എത്ര കുട്ടികൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞിറങ്ങുന്നുണ്ടാവും? ഒരു 500 to 1000. 1000 ഒക്കെയോ? ഇവർക്കൊക്കെ എവിടെ ജോലി കിട്ടുക? അതെ, എത്ര പേര് പഠിക്കുന്നു എന്നുള്ളതൊന്നല്ല ഇമ്പോർട്ടന്റ്, ഇൻഡസ്ട്രിക്ക് ഫിറ്റ് ആയിട്ടുള്ള രൂപത്തിൽ എത്ര ആൾ പഠിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം വെറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ റൺ ചെയ്യണ സ്റ്റാഫിനല്ല ഇൻഡസ്ട്രിയൽ ക്ലയൻസിന് വേണ്ടിയിട്ടുള്ളത്. ക്ലയന്റിന് വേണ്ടിയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ റൺ ചെയ്ത് അതിന്റെ റിസൾട്ട് അനലൈസ് ചെയ്ത് കോമ്പ്യൂട്ടർ അനാലിസിസ് നടത്തിയ ശേഷം അതിന്റെ റിസൾട്ട് പ്രോപ്പർ ഒരു പൈപ്പ് ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ യൂസ് ചെയ്തിട്ട് പ്രോപ്പറായി റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളാണ് വേണ്ടത്. മാത്രമല്ല ക്ലയന്റിന് അല്പം സ്ട്രാറ്റജീസ് മാറ്റേണ്ടി വരും, നല്ല ഗ്രോത്ത് ഹാക്കിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കേണ്ടി വരും, അതിന് ഡിഫറെന്റ് മെത്തേഡ്സ് ഉപയോഗിക്കേണ്ടി വരും. ഇതിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചെടുക്കുക? അതെങ്ങനെ പഠിക്കാൻ വെച്ചാൽ നമുക്കൊരു 3 months 4 months അല്ലെങ്കിൽ എത്ര കാലം ക്ലാസ്സിന് ഇരുന്നാൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന എങ്ങനെയാ വെച്ചാൽ ലൈവായിട്ട് പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്യണം. ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ക്ലയൻസിനെ സെർവ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോഴ്സ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവായിട്ടുള്ള പ്രോജക്റ്റിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും, ക്ലയന്റിന്റെ ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ പറ്റും, അതിന്റെ റിസൾട്ട് വരുന്നത് അനലൈസ് ചെയ്യാൻ പറ്റും, അതിന് എത്രത്തോളം ക്ലയന്റിന് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ട് എന്ന് അറിയാൻ പറ്റും, എന്തെങ്കിലും സ്ട്രാറ്റജീസ് മാറ്റണമെങ്കിൽ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകും. സ്വാഭാവികമായിട്ടും കുട്ടികൾ ഭയങ്കര ഇൻഡസ്ട്രി കോമ്പീറ്റന്റ് ആയിട്ടായിരിക്കും പുറത്തിറങ്ങുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് കുട്ടികൾക്ക് ജോലി കിട്ടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല.